എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു കുഞ്ഞു ട്രെക്കിങ്ങിന് വേണ്ടി പോവാണ്. ജർമ്മനിയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ട്രെക്കിംഗ് അല്ല, ആക്ച്വലി ഹൈക്കിംഗ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹൈക്കിങ്ങിന് പോണത്. ഇതിന് മുന്നേ ഇതുവരെയൊക്കെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇത് ബെർലിന് ഏകദേശം ഒരു 3-3.5 മണിക്കൂർ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഡ്രെസ്ഡൻ്റെ അടുത്തുള്ള ബാസ്റ്റേയ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോണത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അല്ലേ, അതെന്താ പകുതി കണ്ടു ഉറങ്ങല്ല ഉറങ്ങ. Vielen Dank. ഏകദേശം 200 വർഷത്തിന് മേലെയായിട്ട് ഈ ബാസ്റ്റേയ് ബ്രിഡ്ജ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ജലക്ഷാമം മൂലം കൊണ്ടാണ് ഇവിടെയുള്ള ഈ പാറക്കെട്ടുകളൊക്കെ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. 1824 സന്ദർശകർക്ക് വേണ്ടിയിട്ട് ഈ പാറക്കെട്ടുകളൊക്കെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു മരപ്പാലം ഉണ്ടാക്കിയത്. പിന്നീട് 1851 ഈ പാലത്തിന് പകരം ഇന്ന് കാണുന്ന രീതിയിലുള്ള മണൽക്കല്ലിൽ നിർമ്മിച്ച പാലം ഉണ്ടായി. എത്ര ചാർജ്? 3 ഒരാൾക്ക്. നമ്മളിനി എങ്ങോട്ടാ പോകുന്നേ? കാട്, മല, പിന്നെ ഡോറയുടെ പൂജി അല്ല. ഇതൊക്കെ പ്രൈവറ്റ് വീടാണോ? പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്ത് പ്രൈവസിയാ ഉള്ളത് ഇങ്ങനത്തെ സ്ഥലത്ത്? ഇത്ര ആൾക്കാർ വരുമ്പോഴേ നോക്ക്, പിറകില് വ്യൂ നോക്ക്. ഇതിനകത്തൂടെ കാണാൻ രസമാണ്. പേര് ചോദിച്ചതാ, കുത്തനെയാ. എവിടെ? തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത്ര പേര് നടന്നു ചോദിച്ചാൽ എന്താ പറയാനുള്ളത്? ഇത് കുറച്ച് കട്ടിയാണ്. പയ്യെ കിടക്കാം, പയ്യെ.
ഒരു സ്ഥലം അടിപൊളി കേട്ടോ അല്ലേ. ആ മേളിൽ നിൽക്കാൻ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നീങ്ങാ അങ്ങനെ കയറിയാലോ അങ്ങനെ കയറിയാലോ. ഞാനില്ല, ഇങ്ങനെ പോയിക്കോ. അതിനൊക്കെ പടിയേനെ കയറാൻ പറ്റില്ല അകത്ത്. അല്ല അപ്പൊ നമ്മള് മാരത്തോണിന് പോകുന്നില്ലേ? പിന്നെ അല്ലാണ്ട് ഇതതിന്റെ ട്രെയിനിങ് ആണ്. കണ്ടിന്യൂഷൻ. ഇതാണോ മറ്റേ ബ്രിഡ്ജ്? ഇതാണോ? ഓ ഇതൊരു വ്യൂ പോയിന്റ് മാത്രല്ലേ? നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എത്ര നേരമായി? 6 മണിക്കൂറായോ? പക്ഷേ ഓക്കെ. ഇത് എൻ്റെ മാത്രം ഐഡിയ ആയിപ്പോയി. അതാണ് നിങ്ങളിപ്പോൾ ആലോചിക്കണേ. അതല്ല, അപ്പുറത്ത് ബുൾഡോഗിന് എനിക്ക് പോലെ വച്ച് കുറഞ്ഞ ആൾക്കാ. അയാൾ ഇന്ന് കയറി അവിടെ എത്താനാ? ഇവിടെ ആ മനുഷ്യനെ കാണുന്നില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങ് അവിടെ ഒക്കെ നോക്കാം ആൾക്കാർ. കണ്ടോ ഇത് ഇങ്ങോട്ട് നോക്ക്. ഇത് നോക്ക്. അവിടെ ഒരാളുണ്ടല്ലേ? ആ അവിടെ 2 ആൾക്കാരുണ്ട്, 3 ആൾക്കാരുണ്ട്, 4, 5. ഏറ്റവും മുകളിൽ എവിടെയാ? ആ കിട്ടി 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 കിട്ടി. ഇതല്ലേ ഇതല്ലേ ഇതാണോ? ആ മരല്ലേ? ഇതല്ലേ? ഇയാളെന്ത് ചെയ്യാ? ഇവിടെ 2 പേരുണ്ടോ? ഒരാള. അവിടെ കൺസ്ട്രക്ഷൻ ആണോ അത്? ആ കൺസ്ട്രക്ഷൻ കൊണ്ട് പച്ച ഉടുപ്പ്, പച്ച തൊപ്പിയൊക്കെ. അതിന്റെ മുകളിലേക്ക്, അത് കുറച്ചുകൂടി മുകളിലോട്ട് നോക്കി. ലെഫ്റ്റിലുണ്ട ഇതോ? അല്ല, മുകളില് ഇത് ഇവിടെ ഉണ്ടോ? എനിക്ക് കണ്ണ് കാണുന്നില്ല കേട്ടോ. ആ കണ്ട് കണ്ട് കണ്ട്. പിന്നെ അടുത്ത് നമുക്ക് ഇങ്ങനെ കയറണം. പടിയെ കയറാൻ പറ്റുന്നില്ല. എന്നിട്ട് അതാണ് നമ്മളിപ്പോ കഴിഞ്ഞു വന്നത്. ഇത് ഫുഡ്.
വലിയ പാടില്ല. ചെറിയൊരു കിതപ്പ് അതെന്തായാലും ഉണ്ടാവല്ലോ. അതല്ല വലിയ മോശമൊന്നുമില്ല. സക്സസ്. താഴത്തോട്ട് ഇറങ്ങാം. പയ്യെ കൊള്ളായിരുന്നു അല്ലേ? ഒരു 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 ഒരു- ഒരു മൂന്നാറിലൊക്കെ പോയൊരു ഫീലിംഗ്. മൂന്നാർ നാട്ടില് മറ്റേ സ്ഥലം കൊടക്കനാല്. എനിക്ക് മലയാറ്റൂർ മല കയറിയ പോലെ ഫീലാണ്. സത്യം കേട്ടോ. എനിക്ക് മലയാറ്റൂർ മല കയറിയ ഒരു ഫീലാണ്. അതെ അതെ അല്ല അല്ല മലയാറ്റൂർ മല കയറിയ അതിനായിട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ട്. മലയാറ്റൂർ മല ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കുത്തനെ എത്ര ദൂരം ഉണ്ട്? ഇത് ഇച്ചിരി അറ്റ്ലീസ്റ്റ് ഇങ്ങനെ നിരപ്പുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ അത് പിടിച്ചോ? ആ വീണാലും ഇവിടെ വീഴുള്ളൂ, കുഴപ്പമൊന്നുമില്ല. വീഴില്ല. ഇപ്പുറത്തൂടല്ലേ ഞാൻ വന്ന് കയ്യിലില്ല. ദേഹമൊന്നും വഴങ്ങിയില്ല. കണ്ടു. സക്സസ്. ഇങ്ങോട്ട് ഇറങ്ങണോ? അങ്ങോട്ട് ഇറങ്ങി. അത് എളുപ്പല്ലേ. അത് കൂടെ പോകുന്നത് കുറച്ച് നല്ലത്. ആണോ? ഇപ്പുറത്തേക്ക് വീഴാൻ നല്ലതാ. അത് കുറച്ച് മീനസില്ലേ ഇവിടെ കുറച്ച്. കാടുകൾ. എത്തി. ഇതൊക്കെ ഇവിടെ മൂന്നെണ്ണുണ്ട്. അതിൻ്റെ അമ്മേനെ നോക്കി വന്നതാട്ടോ. ഏകദേശം 1 മണിക്കൂർ കയറാനും അതുപോലെ തന്നെ 1 മണിക്കൂർ ഇറങ്ങാനും വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു, വെതർ നല്ലതായതുകൊണ്ട്. മുകളിലത്തെ വ്യൂ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് ഞങ്ങൾ ഡ്രോൺ ഷോട്ടുകളൊക്കെ വീഡിയോയുടെ അവസാനം വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ചൂസി.